രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ചിറ്റൂർക്കാവ് പഴയന്നൂർക്കാവ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ മണ്ഡപത്തിൽ നടന്നുവന്ന രാമായണ പാരായണം സമാപിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലായിരുന്നു ദിവസങ്ങളായി പാരായണം നടന്നത്. ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ മണ്ഡപത്തിൽ നടന്ന പാരായണത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തു വന്നത്. രാമായണത്തിലെ വിവിധ ഭാഗങ്ങൾ പാരായണം ചെയ്യുകയും അവയുടെ ആത്മീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തതോടെ മാസാചരണത്തിന് ഭക്തിസാന്ദ്രമായ സമാപനമായി. പാരായണത്തിന് നേതൃത്വം നൽകിയ ചിറ്റൂർ സായി സേവാ സമിതിയിലെ ഹരിയെ ചടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി ആദരിച്ചു. ഹരിക്ക് ഉപദേശക സമിതിയുടെ സ്നേഹോപഹാരം സമർപ്പിച്ചു. അയാളില്ലെങ്കിൽ ഇതില്ല, ഇയാളില്ലെങ്കിൽ അതില്ല, മനസ്സിലാവുമല്ലോ. ശരിയല്ലേ? ഒരു കാലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ഒരു കാലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലേ? ചക്രമില്ലെങ്കിൽ, സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ, ക്ലച്ച് ഇല്ലെങ്കിൽ, ബ്രേക്ക് ഇല്ലെങ്കിൽ, സീറ്റ് ഇല്ലെങ്കിൽ എല്ലാം പ്രധാനപ്പെട്ടതല്ലേ? ശരിയല്ലേ? അപ്പൊ ആരെങ്കിലും അപ്രധാനമായിട്ടോ നമ്മുടെ നാട്ടിൽ ഉണ്ടോ? ഇല്ല. അപ്രധാനമായിട്ട് ഒരാൾ പോലും നമ്മുടെ നാട്ടിൽ കാണാനില്ല. ശരി, എല്ലാവരോടും മര്യാദ കാണിക്കാനാണ് രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം നമ്മുടെ സഹജീവികളോടും കൂടെയുള്ളവരോടും വീട്ടിലും നാട്ടിലുമൊക്കെ മര്യാദയോടുകൂടി ജീവിക്കൂ ആദ്യം. അങ്ങനെയാണ് നമുക്ക് രാമനിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ഈ ദിവസത്തെ അവസാനത്തെ മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നിമിഷങ്ങളിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതാണ്. 31 ദിവസം നമ്മൾ രാമായണം പഠിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ ദിവസവും പോകണമെന്നില്ലല്ലോ. ചെല്ലുമ്പോൾ വളരെ വലിയ ഒരു മാറ്റത്തിന് ആഹ്ലാദം കൂടിക്കൊണ്ട് വേണം. രാമായണ മാസാചരണത്തിലൂടെ ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും വിശ്വാസികൾക്ക് രാമായണ സന്ദേശങ്ങളുമായി കൂടുതൽ അടുക്കുവാനും കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു. പാരായണത്തിന്റെ സമാപന ചടങ്ങിലും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.